ഈ പുസ്തകത്തെക്കുറിച്ചോ പുസ്തകത്തിൻ്റെ കർത്താവിനെ കുറിച്ചോ എന്തെങ്കിലും പറയുന്നതിന് മുമ്പായി തീർത്തും അപ്രതീക്ഷിതമായ ഒരനുഭവമാണ് എനിക്കിന്ന് ഇവിടെ ഉണ്ടായത്. ഞാൻ ഈ പുസ്തകം ശ്രീമാൻ ബ്ലസ്സിക്ക് കൊടുത്തിട്ടാണ് പ്രകാശിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ബ്ലസ്സിയെക്കുറിച്ച് 2 വാക്ക് പറയുവാൻ, ബ്ലസ്സിയോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. സിനിമ എനിക്കിഷ്ടമാണ്, കാണും. കഴിഞ്ഞ കുറേ കൊല്ലമായി തിയേറ്ററിൽ പോയി സിനിമ അങ്ങനെ കാണില്ല. കാരണം കൂക്കി വിളിയും ബഹളവുമൊക്കെ ആയിരിക്കും അവിടെ. കാശ് കൊടുത്ത് കൂക്കി വിളിപ്പിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്, എനിക്കറിയില്ല. വീട്ടിൽ ഇരിക്കുകയാണ്, എന്നിട്ട് വീട്ടിൽ തന്നെ TV-യിൽ വരുന്നത് കാണാം. കാഴ്ച സിനിമ എത്ര തവണയാണ് കണ്ടതെന്ന് പറയാൻ കഴിയില്ല. അതിലെ ഓരോ രംഗവും ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്. കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം കാഴ്ചയാണ്. അതിലെ ഓരോ രംഗം, രണ്ടാമതും സ്വന്തം നാട്ടിലേക്ക്, ഗുജറാത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ആ കൊച്ചു പയ്യൻ, അവനെ യാത്ര അയക്കുവാൻ ചുറ്റുപാടുമുള്ള ആൾക്കാർ മാത്രമല്ല വന്നിട്ടുള്ളത്. വഞ്ചി നീങ്ങുമ്പോൾ മിണ്ടാപ്രാണികളായ ആടും പശുക്കുട്ടിയും ഒക്കെ തലയുയർത്തി വേദനയോടെ ആ രംഗം, കുട്ടി പോകുന്ന രംഗം നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ച വേദന, കാരണമുണ്ട്. ഞാനും ഒരു പാപം മനുഷ്യനാണ്, വളരെ പാപ മനുഷ്യൻ. അതുകൊണ്ടാണ് ഇപ്പോഴും പക്ഷികളെയും മൃഗങ്ങളെയും, പട്ടികൾ എല്ലാം, നായ, പൂച്ച, ഇതിനെക്കുറിച്ചൊക്കെ കഥകൾ എഴുതും. പിന്നെ കുട്ടികളെയും. ബ്ലസ്സി കുട്ടിയെക്കുറിച്ചല്ലേ കഥ പറഞ്ഞത്. മലയാളത്തിൽ എന്നല്ല, ലോകത്തിൽ തന്നെ ഒരു വിഷയത്തിൽ എന്നെ തോൽപ്പിക്കുവാൻ ഒരു കഥാകൃത്തും ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല. എന്നേക്കാളും വലിയ കഥാകൃത്തുക്കൾ മലയാളത്തിൽ എത്രയോ ഉണ്ട്, എല്ലാ ഭാഷകളിലുമുണ്ട്. പക്ഷെ ഒരാസ്പെക്റ്റിൽ എന്നെ തോൽപ്പിക്കുവാൻ ഒരാളും ഉണ്ടായിട്ടില്ല. കുട്ടികൾ മാത്രം കഥാപാത്രങ്ങളായിട്ടുള്ള 50-ലധികം കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പത്മനാഭൻ്റെ കുട്ടികൾ എന്ന പേരിൽ അത് പുസ്തകമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഒരുപക്ഷെ ആയിരിക്കാമെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോഴും എൻ്റെ മനസ്സ് വേവലാതി ആവുകയാണ് ചെയ്യുന്നത്. ഇത്രയും അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു നന്ദി കേടായിരിക്കും. പിന്നെ ഇനി രമേശ് ചെന്നിത്തലയുടെ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാം. പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളല്ല നോവൽ ആരംഭിക്കുന്നത് ചിക്കാഗോവിലാണ്. ചിക്കാഗോവിൽ 3 മാസം ഞാനുണ്ടായിരുന്നു. ലോകത്തെവിടെ പോയാലും
ഈ കതർ ഷർട്ടും ഈ കതർ മുണ്ടുമാണ് എൻ്റെ വേഷം. ചിക്കാഗോവിലും അത് തന്നെയായിരുന്നു. കാൽസറായൊന്നും ഇടാൻ പോയിട്ടില്ല. മിഷിഗൻ തടാകവും എല്ലാം എനിക്ക് വളരെ പരിചിതമാണ്. ചിക്കാഗോവിലെ വഴികൾ എല്ലാം എല്ലാം എനിക്കേറെ പരിചിതമാണ്. ഒറ്റപ്പാലത്ത് 3 മാസമൊന്നും ജീവിച്ചിട്ടില്ല. 4 ദിവസം ഒറ്റപ്പാലത്തിൽ ജീവിച്ചിട്ടുണ്ട്. സംഭവ ബഹുലമായ 4 ദിവസം. ഇത് പറയാൻ കാരണം ചിക്കാഗോവിലും ഒറ്റപ്പാലത്തൊക്കെ പോയ വീരപുരുഷനാണ് ഞാൻ എന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാനല്ല. ഈ 2 ദിക്കിലും പോയിട്ടും ഒരു കൊച്ചു നോവൽ പോലും എനിക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. ചിക്കാഗോവിൽ വളരെ വിചിത്രമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും ഭാര്യയും ചിക്കാഗോവിൽ വിമാനമിറങ്ങുന്നു. 50 കൊല്ലായി. എനിക്ക് വയസ്സ് 97. അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിലെ ഏറ്റവും തിരക്ക് കൂടിയ എയർപോർട്ട് ചിക്കാഗോ ആണ് എന്നാണ്. എൻ്റെ കീശയിൽ ഒരു ഒറ്റ ഉറുപ്പിക പോലുമില്ല, $1 പോലുമില്ല. പുതിയ ഭാഷയിൽ പറഞ്ഞ ഒരു നയാ പൈസ പോലും ഇല്ലാതെയാണ് ഞാനും എൻ്റെ ഭാര്യയും ചിക്കാഗോയിൽ ഇറങ്ങുന്നത്. ഇതുപോലെ ആരും യാത്ര ചെയ്തിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് എനിക്ക് പോകേണ്ടത് ചിക്കാഗോ സിറ്റിയുടെ വേളയിലാണ്. ഞാൻ വളരെ നേരം അവിടെ ഇരുന്നു. എനിക്ക് പരിചയമുള്ളവരെയൊക്കെ ഫോൺ ചെയ്തു. അമേരിക്കക്കാർ ജോലിയിൽ വളരെ താല്പര്യം, അവരവല്ല ജോലി ചെയ്യുന്നവർ. ആരും പകൽ സമയത്ത് വീട്ടിലില്ല, എല്ലാവരും ജോലിക്ക് പോയി. ഞാനിങ്ങനെ വിഷണ്ണനായി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു സായിപ്പ് പോലീസുകാരൻ വന്ന് എന്താ പ്രശ്നം. ഞാൻ അയാളോട് പറഞ്ഞു, ഇതാണ് പ്രശ്നം, എനിക്ക് പോകേണ്ടത് ഇന്ന സ്ഥലത്ത് ചിക്കാഗോവിൻ്റെ തൊട്ട സിറ്റിക്ക് വെളിയിലാണ്. അയാൾ എന്നിട്ട് പറഞ്ഞു അതിനടുക്ക പൈസയില്ല എന്നും ഈ കോൺസ്റ്റബിളോട് ഞാൻ പറഞ്ഞു. അയാൾ പല ടാക്സി ഡ്രൈവർമാരെയും സമീപിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷമം വന്നിട്ടുണ്ട്. ആരും സ്വീകരിച്ചില്ല. ഒടുവിൽ ഒരു കറുപ്പൻ ഡ്രൈവർ, വെരി വെൽ ഡ്രസ്ഡ്, അയാൾ എന്നെ കയറ്റി, എന്നെയും ഭാര്യയും. ഞങ്ങൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, അയാൾ എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ നിന്നാണ്. കുറച്ചു നേരം ആ ഡ്രൈവർ ഒന്നും പറയാതെ പിന്നെ പറഞ്ഞ വാചകം മരിക്കുന്നത് വരെ എൻ്റെ മനസ്സിൽ നിന്ന് മായില്ല. ഇന്ത്യ, ഗാന്ധി. ഓ, ഇതാണ് അദ്ദേഹം, ഇന്ത്യ, ഗാന്ധി. അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ടാക്സി ഡ്രൈവർക്ക് വിഷമമൊന്നും സംഭവിച്ചതുമില്ല. ഇത്തരം അനുഭവങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. ഒരു കഥ പോലും ഞാൻ എഴുതാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അത് പറയാനാണ് ഈ അനുഭവം പറഞ്ഞത്. ഒറ്റപ്പാലത്തും ഉണ്ടായിട്ടുണ്ട്, വെറും 4 ആണെങ്കിലും. പക്ഷെ എന്നിട്ടും ഞാനൊരു യാതൊന്നും എഴുതിയിട്ടില്ല. എനിക്ക് ഇദ്ദേഹത്തോട് അസൂയ തോന്നുന്നു, ഉള്ള സത്യം പറയാമെന്ന് അസൂയ തോന്നുന്നു. ചിക്കാഗോയിൽ നിന്ന് തുടങ്ങി ഒറ്റപ്പാലത്ത് നിന്ന് അവസാനിച്ചിട്ടുള്ള ഇത്. ശ്രീ പി.കെ. രാജശേഖരൻ നോവലുകൾ എഴുതിയ, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രശസ്തരായ ഭരണനായകരെ, രാഷ്ട്രതന്ത്രജ്ഞന്മാർ ഒക്കെ കുറിച്ച് പറഞ്ഞു.
ആർക്കും എഴുതാം. പ്രധാനമന്ത്രിമാർക്കും നരസിംഹറാവുവിനും എഴുതാം. അത് നല്ലതായിരിക്കുമോ എന്നതാണ് പ്രശ്നം. ആർക്കും സിനിമയെടുക്കാം, പക്ഷെ അത് നല്ലതായിരിക്കണ്ടേ, ആളുകൾ വായിക്കട്ടെ, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അത് സഞ്ചരിക്കണം. അതാണ് പ്രശ്നം. ഏതായാലും ഈ നോവൽ നിയോഗം അതിനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇതിൻ്റെ കർത്താവിന്. ഞാൻ എല്ലാവിധ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം ചെന്ന കോൺഗ്രസ്സുകാരനാണ് ഞാൻ എന്നെപ്പോഴും അഭിമാനിക്കുന്നത്. അങ്ങനെയുള്ള ആളാണ് പറയുന്നത് എല്ലാവിധ സൗഭാഗ്യം ആസന്ന ഭാവിയിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ.